ഒറ്റ IPL മത്സരം കൊണ്ട് ക്രിക്കറ്റ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് ഇടംകൈ സ്പിന്നർ വിഘ്നേഷ് പുത്തൂർ. കഴിഞ്ഞ ദിവസം IPL-ൽ നടന്ന ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിലാണ് വിഘ്നേഷ് പുത്തൂർ വരവറിയിച്ചത്. CSK അനായാസം വിജയിക്കുമെന്ന ഘട്ടത്തിൽ നിന്നും മുംബൈക്ക് നേരിയ പ്രതീക്ഷ നൽകിയത് വിഘ്നേഷിന്റെ ബോളിംഗാണ്. ആദ്യമെറിഞ്ഞ 3 ഓവറിൽ 3 വിക്കറ്റ് നേടിയാണ് വിഘ്നേഷ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. ചെന്നൈ സൂപ്പർ കിങ്സ് നായകൻ ഋതുരാജ് ഗെയ്ക്വാദ്, ശിവൻ ഡൂബെ, ദീപക് ഹൂഡ എന്നിവരെയാണ് പുത്തൂർ പുറത്താക്കിയത്. 23 വയസ്സുകാരനായ വിഘ്നേഷ് ഇതുവരെ കേരള സീനിയർ ടീമിൽ പോലും കളിച്ചിട്ടില്ല. മലപ്പുറം പെരിന്തൽമണ്ണയിലെ പുത്തൂരിൽ ജനിച്ച വിഘ്നേഷ് ക്രിക്കറ്റ് കരിയറിന് വേണ്ടി തൃശ്ശൂരിലേക്ക് മാറുകയായിരുന്നു. കോളേജിൽ ഒരു മീഡിയം പേസറായി കരിയർ ആരംഭിച്ച വിഘ്നേഷ് പിന്നീട് ഒരു സ്പിൻ ബൗളറായി മാറി. കേരളത്തിനു വേണ്ടി Under-14, Under-19, Under-23 ടീമുകളിൽ കളത്തിലിറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട് പ്രീമിയർ ലീഗിലും കളിച്ചു. കഴിഞ്ഞ വർഷം നടന്ന കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനു വേണ്ടി വിഘ്നേഷ് കളിച്ചിരുന്നു. ഇതാണ് കരിയറിലെ ടേണിംഗ് പോയിന്റ്. ലീഗിലെ താരത്തിന്റെ പ്രകടനം മുംബൈ ഇന്ത്യൻസ് സ്കൗട്ട് നിരീക്ഷിക്കുകയും ട്രയൽസിന് ക്ഷണിക്കുകയും ചെയ്തു. ട്രയൽസിൽ മികച്ച പ്രകടനം നടത്തിയതോടെ IPL മെഗാലേലത്തിൽ 30 ലക്ഷത്തിനാണ് മുംബൈ ഇന്ത്യൻസ് താരത്തെ ടീമിലെത്തിച്ചത്. ഈ വർഷം ആദ്യം മുംബൈ മാനേജ്മെന്റ് വിഘ്നേഷിനെ സൗത്ത് ആഫ്രിക്ക T20യുടെ 3ാം സീസൺ അയച്ചിരുന്നു. അവിടെ MI കേപ്പ് ടൗണിന്റെ നെറ്റ് ബോളറായി പന്തെറിഞ്ഞു. അവിടെ 2020 ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച റിസ്റ്റ് സ്പിന്നർമാരിൽ ഒരാളായ റാഷിദ് ഖാനൊപ്പം പരിശീലനം നടത്താൻ വിഘ്നേഷിന് അവസരം ലഭിച്ചു. ഇപ്പോഴത്തെ IPL-ലെ ആദ്യ മത്സരത്തിൽ തന്നെ രോഹിത് ശർമ്മയ്ക്ക് പകരം ഇമ്പാക്ട് പ്ലെയറായി എത്തി മികച്ച പ്രകടനം. പെരിന്തൽമണ്ണയിലെ ഓട്ടോ ഡ്രൈവറായ സുനിൽ കുമാറിന്റെയും വീട്ടമ്മയായ KP ബിന്ദുവിന്റെയും മകനായ വിഘ്നേഷിന് ക്രിക്കറ്റിൽ പാരമ്പര്യങ്ങളൊന്നും പറയാനില്ല. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.